അടിമാലിയിൽ ഓരോ വർഷത്തിലും അടിമാലിയിലേക്ക് ആളുകൾ പോകുന്നു. അവിടെ വർഷത്തിലൊരിക്കൽ കാണുന്ന പുഷ്പങ്ങളെ കാണാൻ, പുഷ്പങ്ങളിൽ നിന്നും പുഷ്പങ്ങളെ കണ്ട് സായുജ്യമടയാൻ ഊട്ടിയിലേക്ക് പോകുന്നു. ഊട്ടിയിലെ പുഷ്പമേള സന്ദർശിക്കാൻ മലമുകൾ, ആ മലമുകളിൽ കൗതുകമുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുന്നേ. നാം ഓരോരുത്തരും മലകളാകുക, മലകൾ. ആ മലകളിൽ എന്ത് വേണം? പുഷ്പങ്ങൾ വേണം, പുഷ്പങ്ങൾ വേണം. നിങ്ങൾ ഗൾഫിലേക്ക് വന്നവർ, നിങ്ങൾ ഓരോ കൊടുമുടികളാകണം, നിങ്ങൾ പ്രസ്ഥാനങ്ങളാകണം. നിങ്ങളുടെ ഊർജം നിങ്ങളുടെ നാട്ടിൽ ചെന്നിട്ട് അത് നിങ്ങൾ ഇവിടെ നിന്നോ അവിടെ നിന്നോ നിങ്ങൾ സേവനം ചെയ്യണം. ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടണം. അതേ, പുഷ്പങ്ങളിലേക്ക് മനുഷ്യർ ആകർഷിക്കപ്പെടുന്നു. പുഷ്പങ്ങളിലുള്ള തേൻ കുടിക്കാൻ വേണ്ടി ചെറിയ ചെറിയ പക്ഷികളും ചെറിയ ചെറിയ പ്രാണികളും വരുന്നു, പൂമ്പാറ്റകൾ വരുന്നു. എല്ലാവരും നമ്മിലേക്ക് ആകർഷിക്കണം. അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നും ഉണ്ടാകണം. എന്തിനാണ് ഇതൊക്കെ? പർവ്വതങ്ങൾ സൗന്ദര്യപ്രദമായ രീതിയിൽ കൗതുകപൂർവമായ പുഷ്പങ്ങളെ പടച്ചത് എന്തിനാണ്? തബ്സീറത്തൻ വദിക്റാ ലികുല്ലി അബ്ദിൻ മുനീബ്. തബ്സീറത്തൻ, അത് കാണാൻ വേണ്ടിയിട്ട്, വദിക്റാ ലികുല്ലി അബ്ദിൻ മുനീബ്, അത് ഖേദിച്ച് മടങ്ങുന്ന എല്ലാ അടിമകൾക്കും അതൊരു ഓർമ്മിക്കാൻ വേണ്ടിയാണ്, സ്മരിക്കാൻ വേണ്ടിയാണ് ആകാശങ്ങളെ നാം ഈ രീതിയിൽ പുഷ്പങ്ങളെ കൊണ്ട് അലങ്കരിച്ചത്. വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറകാ, ബർക്കത്തുള്ള മഴയെ ഭൂമിയിലേക്ക് നാം ഇറക്കി. ഫഅംബത്നാ ബിഹി, ആ മഴ കൊണ്ട് നാം മുളപ്പിച്ചു. ജന്നാത്തിൻ, തോട്ടങ്ങളെ, വഹബ്ബസീദ്, കൊയ്തൊടുക്കുന്ന ധാന്യങ്ങളെയും, ഗോതമ്പ് കൃഷി പോലെയുള്ള ധാന്യങ്ങളെയും ആ മഴ കൊണ്ട് നാം മുളപ്പിക്കുകയും ചെയ്തു. വന്നഖല ബാസിഖാത്തിൻ, ഉയർന്നു നിൽക്കുന്ന ഈത്തപ്പന മരത്തെയും നാം പടച്ചു. ലഹാ തൽഉൻ നളീദ്, അതിന് അടുക്കുകളുള്ള കുലകളുണ്ട്. അടുപ്പം വേണം. അതെ, ഇതൊക്കെ ഈത്തപ്പന കൊല കാണുമ്പോ അതിന്റെ അടുപ്പം, അത് നമ്മുടെ സംഘബോധ. എന്താ കേരളത്തിൽ ഇത്രമാത്രം നമുക്ക് മുന്നേറാൻ കഴിഞ്ഞത്? എന്താ ആന്ധ്രാപ്രദേശിലെ അവസ്ഥ? എന്താ പശ്ചിമ ബംഗാളിലെ അവസ്ഥ എന്താ? ഞാനൊരു വടക്കഞ്ചേരിയിൽ ഒരു പ്ലൈവുഡ് കമ്പനിയുടെ ഉദ്ഘാടനത്തിൽ പോയി. ഞാനൊരു യോഗ്യൻ ഉണ്ടായിട്ടല്ല, പക്ഷെ എന്റെ കൂടെ ഹജ്ജിന് വന്ന പെരുമ്പാവൂരിലെ അബ്ദുൽ ഹമീദ് ഹാജി, അദ്ദേഹം എന്നെ ക്ഷണിച്ചു. ഹജ്ജിന് വന്ന രണ്ട് ഗുണാണ്. തെറ്റാണെങ്കിൽ ഭയങ്കര തെറ്റായിരിക്കും, അടുക്കാണെങ്കിലോ ഭയങ്കര അടുപ്പായിരിക്കും. ആജന്മാരെയും പെങ്ങന്മാരെയും നോക്കാം, വലിയ പാടാണ്. എത്ര തൃപ്തിപ്പെട്ടാലും ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കണ്ടല്ലോ, സമാധാനത്തിലല്ല. ഇതാ എത്ര ഫോണാ വന്നെന്നറിയങ്ങള്, മക്കത്തുനിന്നാ വരുന്നത് ഫോണ്. എവിടെ ഉസ്താദെ എന്ന് പറഞ്ഞിട്ട് സമാധാനമില്ലാത്ത ഏർപ്പാടാണ് ഈ ഏർപ്പാട്. മനസ്സിലായില്ലേ? ഇത് സമാധാനമില്ലാത്ത ഏർപ്പാടാ. അതെ, ഞാൻ പറഞ്ഞു. അപ്പൊ ഉദ്ഘാടനത്തിന് പോയപ്പോ അവിടെ കുറെ പശ്ചിമ ബംഗാളിലുള്ള ആളുകളാണ്. പേര് യൂസുഫുൽ ഇസ്ലാം, ഖമറുൽ ഇസ്ലാം, ഷംസുൽ ഇസ്ലാം, ഇസ്ലാമാ പേര്. ഞാൻ ചോദിച്ചു, നിങ്ങള് നിസ്കരിക്കാൻ പോകലുണ്ടോ ചോദിച്ചു. ആ പെരുന്നാക്ക് പോകലുണ്ട്. പെരുന്നാക്ക് എനിക്കറിയണ ഭാഷ ഞാൻ ചോദിച്ചു. മനസ്സിലായില്ലേ? എല്ലാ ഭാഷയും കൂടിയൊക്കെ, ആംഗ്യ ഭാഷയൊക്കെ എല്ലാം കൂടിയിട്ട് എല്ലാ ഭാഷയിലും എങ്ങനെയാ? അതെ ക്യാ കർത്താഹെന്ന് ചോദിച്ചപ്പോ ഇതൊരു വെളുത്ത ആളെന്ന് പറഞ്ഞ ആളാ എന്റെ ജാഹിലിയ കാലത്ത്. പണ്ടങ്ങനെ ബോംബെന്ന് ഹജ്ജിന് വരുമ്പോ ക്യാ ചായ ചോദിച്ചപ്പോ ചായ വേണ്ട കാരണം പിന്നെ മാറുമല്ലോ. അപ്പൊ പെരുന്നാക്ക് പള്ളിക്ക് പോകാറുണ്ട്. നിങ്ങൾ ഫാത്തിഹ ഓതാൻ അറിയോ? ഇല്ല, ഫാത്തിഹ ഇല്ല. എന്താ അറിയുന്നത്? ഞങ്ങൾക്ക് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അറിയാം. ബഹുമാനപ്പെട്ട ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സഹോദര സ്ഥാപനം പശ്ചിമ ബംഗാളിൽ നടക്കുന്നു. ഇന്റർവ്യൂവിന് 300 കുട്ടികൾ വന്നപ്പോൾ 3 കുട്ടികൾക്ക് മാത്രമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കിട്ടിയത്. ബാക്കിയുള്ളവർക്ക് വട്ടപൂജ്യമായിരുന്നു. വട്ടപൂജ്യം. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമുക്ക് പള്ളികളുണ്ടായി.
മദ്രസകളുണ്ടായി, ദീനി അടയാളങ്ങളുണ്ടായി. എന്തുകൊണ്ട്? നമ്മുടെ കൂട്ടായ്മ കൊണ്ട്, ഉമറാക്കളും ഉലമാക്കളും ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ട് നേട്ടങ്ങളുണ്ടായി. ആ നേട്ടങ്ങൾ ഇനിയും ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് ഈത്തപ്പനമരം കാണുമ്പോ നല്ല കഴിക്കുമ്പോ മനസ്സിലായില്ലേ, നാമും ഈത്തപ്പനമരാകുക, ഉയർന്നു നിൽക്കുക. ഈത്തപ്പനമരം പോലെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന വസ്തുവാണ്. നമ്മുടെ നാട്ടിൽ തെങ്ങ് കൊണ്ട് അതിന്റെ തണ്ട് ഉപയോഗിക്കാം, അതിന്റെ ഓല ഉപയോഗിക്കാം, അതിന്റെ ചിരട്ട ഉപയോഗിക്കാം, അതിന്റെ നാര് ഉപയോഗിക്കാം, അതിലെ കാമ്പ് ഉപയോഗിക്കാം, എല്ലാം ഉപയോഗിക്കാം. ഇതാ ഉമ്മത്തെ ഖുർആൻ പറയുന്നത്. ഈത്തപ്പനത്തിൽ നോക്കാൻ റബ്ബ് പറയുമ്പോൾ നാം അത് ശ്രദ്ധിക്കണം. വന്നഖല ബാസിഖാത്തിൻ, നാട്ടിലുള്ള ആളുകളാകണം. നമ്മളിങ്ങനെ എന്താകരുത്, ഭീരുക്കളാകരുത്. ഒരാൾ നോക്കുന്ന സമയത്ത് പേടിക്കണ്ട. ബസ്സിൽ കയറിയിട്ട് ഒന്നും ചോട്ടുമ്പോ പേടിക്കണ്ട. വിമാനത്തിലൊന്നും ഒന്നിന നേരത്ത് നമ്മൾ തലതിൽ നിൽക്കുന്ന പവർ വേണം. പവർ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈമാണ്ടാകണം. മഹാനായ കുത്തുബി മുഹമ്മദ് മുസ്ലിം നിലമ്പൂർ ഭാഗത്തുകൂടെ നടന്നു പോകുമ്പോ മടിന്റെ വരുന്ന സമയത്ത് ശിഷ്യന്മാർ പറഞ്ഞു, എന്തോ ചോര വരുന്നുണ്ടല്ലോ, ഒരാളിനെ കടിച്ചിട്ടുണ്ട്, ഓൻ അവിടെ പടഞ്ഞിക്കണത് കാണാന്നുണ്ട്. നോക്കുമ്പോ എന്താ, ഒരു കരിമൂർക്കൻ പെടഞ്ഞ് ജീവൻ പോകുക. ഉസ്താദിന് കുത്തിയ ആരാ മരിക്കേണ്ടത്? ഉസ്താദല്ല മരിച്ചത് ആരാണ്? കരുനാഗപ്പള്ളി എന്ന് കേട്ടില്ല നിങ്ങള്? കരുനാഗപ്പള്ളി, നാഗം എന്ന് പറഞ്ഞ എന്താർത്ഥം? പാമ്പല്ലേ. കരുനാഗം എന്ന് പറഞ്ഞ കറുത്ത പാമ്പ്. കായംകുളം രാജാവിന്റെ ഭരണപ്രദേശമായിരുന്നില്ലേ കരുനാഗപ്പള്ളി? ആ പ്രദേശമൊക്കെ കരിമൂർക്കന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയില്ലേ? മനുഷ്യർ മരിക്കുന്നു, കന്നുകാലികൾ മരിക്കുന്നു, സർവനാശം വരുന്നു. അവിടെയുള്ള ഒരു സൂഫി വര്യൻ ഈ പാമ്പുകളെയൊക്കെ കൂടത്തിലാക്കിയിട്ട് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. രാജാവ് അത്ഭുതപ്പെടുകയാണ്. ഇനി പാമ്പിന്റെ ശല്യുണ്ടാകൂല. രാജാവ് പരിഭ്രമിച്ചു, ഇത് ഇവിടുന്ന് തുറക്കരുത്, നിങ്ങൾ കുറെ അപ്പുറത്ത് കൊണ്ടുപോയി ഇതിനെ വിടണം. അങ്ങനെ എല്ലാ പാമ്പുകളെയും വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി വിട്ടു. ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? സമ്മാനം എന്തെങ്കിലും വേണോ? എനിക്ക് സമ്മാനമൊന്നും വേണ്ട, പിന്നെ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി വേണം, അതിന് കുറച്ച് സ്ഥലം വേണം. പാമ്പുകളുടെ കൂടാരം ആ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞു. അവിടെ പള്ളിണ്ടാക്കിയപ്പോ പേര് വന്നത് കരുനാഗപ്പള്ളി എന്നാ പേര്. കരുനാഗപ്പള്ളി എന്താ? എടവണ്ണ ജുമാ മസ്ജിദിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയോ? എടവണ്ണ ജുമാ മസ്ജിദിന്റെ എടവണ്ണയിലെ നാടുവാഴിയുടെ മയ്യത്ത് കൊണ്ടുപോവുക, മകന്റെ മയ്യത്ത്. ഒരു സൂഫി വര്യൻ അവിടെ വന്നു. ചന്ദ്രിക ദിനപത്രത്തിലുള്ള ന്യൂസാണ് ഞാൻ പറയുന്നത്. ആ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ലെങ്കിലും എനിക്കൊരു സംഗതി ഓർമ്മയുണ്ട്. അന്ന് പാലോളി മുഹമ്മദ് അലി സാഹിബിന്റെ മകന്റെ കല്യാണമായിരുന്നു. ശിഹാബ് തങ്ങളാണ് നിക്കാഹ് ചെയ്തത്, അബ്ദുൽ സമദ് പൂക്കോട്ടൂരാണ് പ്രസംഗിച്ചത്, ഖുത്ബ നിർവഹിച്ചത് ഞാനാണ്. അന്നത്തെ ഡേറ്റ്, കല്യാണത്തിന്റെ ഡേറ്റ് പാലോളിനെ ആരെയും ഒന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അന്നത്തെ പത്രത്തിലുള്ള എന്താ? നാടുവാഴിയുടെ കുട്ടിയെ കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള ഒരു സൂഫി വര്യൻ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുക. ആ മയ്യത്ത് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. മഹാൻ മന്ത്രിക്കുന്നു, പച്ചമരുന്നുകൾ തേക്കുന്നു. അയാൾ എഴുന്നേൽക്കുന്നു. നിങ്ങൾക്ക് എന്ത് വേണം? ഒരു പള്ളി വേണം, പള്ളിക്ക് സ്ഥലം വേണം, പള്ളിന്റെ ചുറ്റുഭാഗത്ത് 40 വീടുണ്ടാക്കണം, അതിനും സൗകര്യം ചെയ്യണം. എടവണ്ണ ജമാഅത്തിന്റെ ചരിത്രം അതാണ് എന്ന് ചന്ദ്രികയാണ് ജംഗ്ഷൻ റിപ്പ് ചെയ്തത്. മഹാത്മാക്കളുടെ രീതി അതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്? അന്തവരാകണം. നമ്മളിതിലെ ഭീരുക്കളാണത്. ഞാൻ അന്തമാനിൽ പോയി, അന്തല്ലാതെ പ്രാവശ്യം ഞാൻ പോയി, അന്തല്ലാതെ പോയി എന്ന് പറയാൻ കാരണം എന്താ നിങ്ങള്? ഈ കഴിഞ്ഞ റമദാനില് പിന്നെ മസ്കത്തിലായിരുന്നു പ്രസംഗം. 22-ാം തീയതി വിമാനം ഇറങ്ങിയ സമയത്ത് എന്റെ വാപ്പാന്റെ ഫോണ് 25-ാം തീയതി എനിക്ക് ഒഴിവുണ്ടോ ചോദിച്ചു. 25-ാം തീയതി ഒഴിവുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ 25 എന്ന് കരുതുന്നത് അടുത്ത മാസം 25. പക്ഷെ എന്റെ പിതാവ് വിചാരിച്ച ഈ 25. ഞാൻ ഒഴിവുണ്ട് വിമാനത്തിൽ നിന്നല്ലേ പറഞ്ഞത്. അന്ന് ആയിക്കോട്ടെ, ആദ്യം തന്നെ ഫോൺ തുറക്കുമ്പോ ഫോൺ വിളിക്കണ്ടേ? അപ്പൊ സമ്മതിച്ചു. വീട്ടിലെത്തിയപ്പോഴത്തിന് അന്തമാനത്ത് വിളി ടിക്കറ്റ് ഇതാ അയച്ചു, നാളെ നിങ്ങൾ വരണം. സുബ്ഹാന ജല്ല ജലാൽ. വീട്ടിൽ വരിക. ഏതായാലും പോയി, വാപ്പ പറഞ്ഞല്ലേ പോയി.
അന്തമാൻ സെല്ലുലർ ജയിൽ കണ്ടു. അവിടെ മലപ്പുറമുണ്ട്, അവിടെ മഞ്ചേരിയുണ്ട്, അവിടെ പാണ്ടിക്കാടുണ്ട്, അവിടെ മണ്ണാർക്കാടുണ്ട്, അവിടെ വണ്ടൂരുണ്ട്, അവിടെ കാലിക്കറ്റുണ്ട്. ഇന്ത്യയുടെ ചരിത്രം അറിയുന്നവർക്കറിയോ ഏറ്റവും കൂടുതൽ പട്ടാള ക്യാമ്പുള്ള ജില്ല ഏതാണ്? അത് മലപ്പുറമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടാള ക്യാമ്പുള്ള ജില്ല ഏതാണ്? മലപ്പുറമാണ്. മലപ്പുറം കുന്നിന്റെ മുകളിൽ പട്ടാള ക്യാമ്പ്, MSP ക്യാമ്പ്, പടിഞ്ഞാറ്റുമുറിയിൽ പട്ടാള ക്യാമ്പ്, കോണോമ്പാറയിൽ പട്ടാള ക്യാമ്പ്, കോഴിച്ചിറയിൽ പട്ടാള ക്യാമ്പ്, അരീക്കോട് പട്ടാള ക്യാമ്പ്, നിലമ്പൂരിൽ പട്ടാള ക്യാമ്പ്, പാണ്ടിക്കാടിനടുത്ത് തുഴൂരിന്റെയും ഇടയിൽ കൊളപ്പുറത്ത് അല്ലെ പട്ടാള ക്യാമ്പ് അല്ലെ? അതെ. ഇനി ഏപ്പിക്കാട് ആരും ഇല്ല ഇവിടെ. അധ്യക്ഷൻ ഏപ്പിക്കാട്, സൂര്യന്റെ അല്ലെ, മേലാറ്റൂര്, പിന്നെ മനസ്സിലായില്ലേ? ഓക്കെ. ഏപ്പിക്കാട് എന്ന് പറഞ്ഞാൽ പേരിൽ മാത്രമേ ഉള്ളതില്ലേ ഇവിടെ ഇല്ലേ? ഇല്ലേ? ഈക്കക്കാടനല്ലേ ഇവിടെ? അതല്ലേ? ആയിക്കോട്ടെ, ശരി. എന്തുകൊണ്ട് അവിടെ ആണുങ്ങളുണ്ടായിരുന്നു, നാടുകടത്തി, തൂക്കിലേറ്റപ്പെട്ടു.